വെള്ളമില്ലാത്തതിനാൽ ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിൽ ഉൽപാദനം നിർത്തിവെച്ച് KCB അധികൃതർ. ജില്ലയിലെ ഏക ചെറുകിട ജലവൈദ്യുത പദ്ധതിയായ ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിലാണ് വെള്ളമില്ലാത്തതിനാൽ ഉൽപാദനം നിർത്തിവെക്കാൻ KCB തീരുമാനിച്ചത്. കാഞ്ഞിരമ്പുഴയിലെ നീരൊഴുക്കിനെ ആശ്രയിച്ചാണ് ഈ ജലവൈദ്യുത നിലയത്തിലെ ഉൽപാദനം. വേനൽ കടുത്തതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നേരത്തെ വറ്റിവരേണ്ട അവസ്ഥയിലാണ്. വേനൽ മഴ ലഭിച്ചിരുന്നെങ്കിൽ ഇക്കുറി ചരിത്ര നേട്ടം കൈവരിച്ചേനെ എന്ന് അധികൃതർ പറയുന്നു. 2015-ലാണ് ജില്ലയിലെ ആദ്യത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതി അന്നത്തെ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് കമ്മീഷൻ ചെയ്തത്. 9 ദശലക്ഷം യൂണിറ്റ് പ്രതിവർഷം ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പദ്ധതി തുടക്കം കുറിച്ചത്. ലക്ഷ്യം മറികടന്ന് 2021-22-ലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചത്. രണ്ടാമത്തെ ചരിത്ര ഉൽപാദനം ഇക്കുറി കൈവരിക്കാനായി. 2021-ൽ 12 ദശലക്ഷം യൂണിറ്റ് ഉൽപാദനം നടത്തി സർവകാല റെക്കോർഡിലെത്തി. അതിനോടടുത്ത ഉൽപാദനമാണ് ഇക്കുറിയും ഉണ്ടായത്. 11.20 ദശലക്ഷം യൂണിറ്റാണ് ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത്. കാഞ്ഞിരപ്പുഴയിലെ ജലത്തെ ആശ്രയിച്ചാണ് വൈദ്യുതി ഉൽപാദനം. 1.5 മെഗാവാട്ടിന്റെ 2 ജനറേറ്ററും 0.5 മെഗാവാട്ടിന്റെ 1 ജനറേറ്ററുമാണ് നിലയത്തിലുള്ളത്. ജൂൺ മുതൽ ജനുവരി വരെ 3 ജനറേറ്ററുകളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ജലം ലഭിക്കും. ഫെബ്രുവരി മുതൽ മെയ് വരെ സാധാരണ 0.5 മെഗാവാട്ടിന്റെ ജനറേറ്ററാണ് പ്രവർത്തിപ്പിക്കുക. ഈ വർഷം വേനൽ മഴ ചതിച്ചതോടെയാണ് വെള്ളമില്ലാതെ വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്. 2015-ൽ പ്രവർത്തനം തുടങ്ങി 2018-ലും 2019-ലും ഉണ്ടായ പ്രളയങ്ങളെ തുടർന്ന് വൈദ്യുതി നിലയത്തിന് കേടുപാടുകൾ പറ്റിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തി 2020-ലാണ് വീണ്ടും വൈദ്യുതി ഉൽപാദനം പുനരാരംഭിച്ചത്. കഴിഞ്ഞ 6 വർഷമായി വൈദ്യുതി ഉൽപാദനം ഭേദപ്പെട്ട നിലയിൽ നടന്നുവരുന്നു. സബ് എഞ്ചിനീയർമാരായ K. പ്രജീഷ്, മെൽവിൻ ആന്റണി എന്നിവർ ഇത് വ്യക്തമാക്കുന്നു. ഒരു യൂണിറ്റ് 4 രൂപ പ്രകാരം വൈദ്യുത ബോർഡിന് ലാഭം 4.48 കോടി രൂപയാണ്. വയനാട്ടിലെ വെള്ളരിമലയിൽ നിന്നുമാണ് കാഞ്ഞിരപ്പുഴ ഒഴുകിയെത്തുന്നത്. വയനാട്ടിലും ഇക്കുറി വേനൽ മഴ കുറഞ്ഞതും കാഞ്ഞിരപ്പുഴ വറ്റിവരളാൻ കാരണമായി. 2015-ലാണ് നമ്മൾ ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ഇപ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം നമ്മൾ ഇപ്പോൾ ജനറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം കിട്ടിയിരിക്കുന്നത് 2021-22 കാലഘട്ടത്തിലായിരുന്നു. ഏകദേശം 11.9 ദശലക്ഷം യൂണിറ്റ് നമുക്കന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അതാണ് ഏറ്റവും ഹയസ്റ്റ്. ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് നമ്മൾ ഈ വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് 25-26 സാമ്പത്തിക വർഷം. ഇപ്പോൾ നമുക്ക് മഴയുടെ ദൗർലഭ്യം കാരണം ജനറേഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ചാനൽ ആഢ്യൻപാറ, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.